എവിടെ പോകാനൊരുങ്ങിയാലും ഏറ്റവും ലാസ്റ്റ് ഇറങ്ങുന്ന ഞാനാണ് ഇന്ന് നേരത്തെ റെഡിയായിരുന്ന് ചേട്ടൻ്റെ മോളുടെയൊക്കെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ യാത്ര എങ്ങോട്ടേക്കാണെന്ന് ചോദിച്ചാൽ കിടങ്ങാമ്പറമ്പ് അമ്പലത്തിൽ ഉത്സവം കാണാൻ പോവുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഞങ്ങൾ ചേട്ടനും റെഡിയായി വന്നു. അപ്പം ഞങ്ങൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. ദീപാരാധന സമയമായതുകൊണ്ട് കുറച്ച് നേരം തൊഴുതതിന് ശേഷം ഇവിടെ ചുറ്റുമതിലിലായിട്ട് കൃഷ്ണൻ്റെ അവതാര ഉദ്ദേശം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങൾ ശിലയിൽ കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ശിലയിൽ ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. കാളിയമർദ്ദനവും ഗോപികാ നടനവും അതുപോലെ ഗീതോപദേശവും ഒക്കെ നമുക്ക് നല്ല വ്യക്തമായി മനസ്സിലാകുന്ന രീതിയിലാണ് ഇവിടെ കൊത്തിവെച്ചിരുന്നത്. ഇതിൻ്റെയൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ മോൾ ഓടി നടന്ന് ആദ്യം തൊട്ട് അവസാനം വരെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രദക്ഷിണം ചെയ്ത് വന്നപ്പോഴേക്കും ശാന്തി പറഞ്ഞു ഊട്ടുപുരയിൽ അന്നദാനം ഉണ്ട്, വൈകിട്ടും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി. വെജിറ്റബിൾ ഊണായതുകൊണ്ട് എനിക്കിഷ്ടമാണ് കഴിക്കാൻ. അങ്ങനെ ഞാനും ചേട്ടനും കൂടെ പോയി കഴിച്ചു കേട്ടോ. മോള് കഴിക്കാൻ വന്നില്ല. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ലൈറ്റ് വയ്ക്കാൻ വെച്ചിരുന്നതാണ് കേട്ടോ. ഇതെന്ത് ഭംഗിയാണ് കാണാൻ നോക്കി. പിന്നെ നോക്കിയാൽ ഇന്നിപ്പോൾ എല്ലാവരും പറയും മൊബൈലും ടി വിയും ഒക്കെ വന്നതിന് ശേഷം ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങുന്നില്ല എന്ന്. എൻ്റെ പൊന്നെ ജനസാഗരമായിരുന്നു കേട്ടോ. നാടൻപാട്ട് നടക്കുകയാണ്. ആ സ്റ്റേജിന് മുന്നിലൊന്നും നിൽക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചതുകൊണ്ട് മോക്കൊരു ഷാർജ ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ഒരു സാൻഡ്വിച്ചും വാങ്ങിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു കേട്ടോ. കുറച്ച് പ്ലേറ്റും ഗ്ലാസും വാങ്ങിച്ചതിൻ്റെ സന്തോഷമാണ് ഞാനീ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.